ഹലോ, ഞാൻ ജൂലി രാകേഷ്. അപ്പോൾ സമ്പത്ത് നമ്മളിലേക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളിലേക്ക് എന്തുകൊണ്ടാണ് ആകർഷിക്കാത്തത്, അതെന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിരന്തരം നിൽക്കാത്തത് എന്നുള്ളതാണ്. നമുക്ക് കഴിവുകളൊക്കെ ഉണ്ട്, ഇവിടെ ഇഷ്ടംപോലെ കുറേ പേര് കുറേ ബിസിനസ്സായിട്ടും ജോലിയായിട്ടും ചെയ്യുന്നു ഇപ്പോൾ. എന്നിട്ട് എന്തുകൊണ്ടാണ് അത് നിരന്തരം നിൽക്കാത്തത് എന്നുള്ളത് കുറേ കാരണങ്ങളുണ്ട്. അതായത് നമ്മളൊരു കുട്ടിയുടെ കയ്യിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ, ഒരു സാധനം മേടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം എത്ര കൊടുത്തു വിടും? ഒരു 100 രൂപ പോട്ടെ, കൂടി വന്ന 200 രൂപ, അതിൽ കൂടുതൽ നമ്മൾ കൊടുക്കില്ല അല്ലെ? അതേപോലെ തന്നെയാണ് അടുത്തത്. ഈ സമ്പത്ത് നമ്മൾ സമ്പാദിച്ചിട്ട് നമ്മൾ നമുക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ, ആസ്വദിച്ച് ചെലവഴിക്കുന്നുണ്ടോ എന്ന് രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തത്, ഈ സമ്പാദിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് പണമാണ്. അതായത് സമ്പാദിച്ചു കിട്ടുന്നത് പണമാണ്. പണം എന്ന് പറയുന്നത് എന്തിനാണ്? മഹാലക്ഷ്മിയാണ് അല്ലെ? സമ്പത്ത് എന്ന് പറയുന്നത് 1 രൂപ അല്ലെങ്കിൽ 2 രൂപ ആയാലും അതൊരു മഹാലക്ഷ്മിയാണ്. ഈ സമ്പാദിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെതായ മര്യാദ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ സമ്പാദിച്ചു, നമ്മൾക്ക് അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫുള്ളായിട്ട് സമ്പാദിച്ച് നമ്മൾ ഭർത്താവിൻ്റെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ അവിടെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ചെലവിനുള്ളത് വേണം. എത്രയോ പെണ്ണുങ്ങളുണ്ട്, നമ്മളതിന് ചെലവഴിക്കുകയാണെങ്കിൽ നമുക്കിഷ്ടത്തിന് ചെലവഴിക്കാൻ നമ്മൾ കൊടുക്കുന്നില്ല. ഇവിടെ ഈ പറയുന്ന പോലെ പ്രപഞ്ചത്തിൽ ഫുൾ എനർജിയാണ്. എനർജി എല്ലാം ഒരു ഊർജമാണ്. മഹാലക്ഷ്മി പറയണത് നമുക്ക് വരുന്നത്, നമ്മൾ അതിനെ അടക്കി പിടിച്ച് വെച്ചിരിക്കണം. ചിലവർക്ക് ഇത് കേൾക്കുമ്പോൾ മണ്ടത്തരം തോന്നും, പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എൻ്റെ അനുഭവത്തിൽ പറയുന്നതാണ്. ഞാനത് മാറ്റി തുടങ്ങിയപ്പോൾ ഇപ്പോൾ എനിക്ക്, അതായത് മാറ്റി തുടങ്ങിയതിൻ്റെ ഇത് പറയും. അപ്പൊ നമ്മൾ ഈ എനർജി എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സമ്പാദിച്ചിട്ട് ഭർത്താവിനെ കൊടുത്തിട്ട് അവിടെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചായിട്ട് പൈസ അല്ലെങ്കിൽ ചെലവാക്കുന്നതിന് കണക്ക് പറയുകയാണ് അല്ലെ? അപ്പോ എനിക്ക് സമ്പാദിച്ചിട്ട് എനിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് കൊടുത്തിട്ട് 10 രൂപ 100 രൂപ ഞാൻ ഇറന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പറയണ ഊർജം അല്ലെങ്കിൽ മഹാലക്ഷ്മി എന്ത് പറയും? ഞാൻ നിനക്ക് തരണം, പക്ഷെ നീ അത് എന്ത് ചെയ്യുന്നു? അവിടെ കൊടുത്തിട്ട് ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ നിന്റെ കയ്യിൽ നിൽക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പോലെ അതവിടെ കട്ടെ. അടുത്തത്, നമ്മൾ സമ്പാദിക്കുന്ന ഒരു വ്യക്തി മഹാലക്ഷ്മി എന്ന് പറയണ പോലെ ഇന്ത്യൻ കൾച്ചർ പ്രകാരം, ഹിന്ദു കൾച്ചർ പ്രകാരം ഒരു മരുമോളെ കൊണ്ടുവരുന്നത് വിളക്ക് കൊടുത്ത് മഹാലക്ഷ്മിയാണ്, ഐശ്വര്യ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. ഈ സമ്പാദിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവിടുത്തെ മുതിർന്നവര്, അതായത് ഇൻലോസ്, ഈ പറയുന്നവരെ സമ്പാദിക്കുന്നവരെ അഹങ്കാരമാണ്, സമ്പാദിക്കുന്ന അഹങ്കാരമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സമ്പാദിക്കുന്ന വ്യക്തിനെ അടക്കി ഒതുക്കി നിർത്തണം. ഭർത്താവിനെക്കാട്ടിലും ഇനി സമ്പാദ്യം കൂടുതലാണ് അല്ല ഇനി കുറവാണെങ്കിലും സമ്പാദിച്ചെങ്കിൽ അവളുടെ തോന്നിയ പോലെ നടക്കും, തന്നിഷ്ടക്കാരിയാകും. അതുകൊണ്ട് നീ അടക്കി ഒതുക്കി നിർത്ത് എന്നുള്ളത്, അല്ലെങ്കിൽ ജോലിക്ക് വിടരുത് എന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറയുന്ന സമ്പാദിക്കുന്ന ആൾ അടക്കി ഒതുക്കി നിർത്ത്, കാല് തല്ലി കൊടുക്കുക, അവളെ സ്ട്രിക്റ്റ് ആയിട്ട് നിർത്തുമെന്ന് പറയുമ്പോൾ ഈ ആരെയാണ് നിങ്ങൾ പറയുന്നത്? സമ്പാദിക്കുന്ന വ്യക്തി, ലൈക്ക് മഹാലക്ഷ്മിനെയാണ് അടക്കി ഒതുക്കി നിർത്താൻ പറയുന്നത്. അപ്പോൾ നമ്മൾ സമ്പാദിച്ചു കൊടുക്കുന്ന ഈ വ്യക്തികൾക്ക് അത് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അപ്പൊ ആരുടെ സമ്പാദ്യമാണ് നിന്ന് പോകുന്നത്? നമ്മളിലൂടെ അവർക്ക് കിട്ടുമ്പോൾ അവരുടെ ഒരു ഹെൽപ്പാണ് നിന്ന് പോകുന്നത് അല്ലെ? ഒരു കോൺട്രിബ്യൂഷൻ, ഒരു പങ്ക് വിഹിതം നിൽക്കും. നമുക്ക് കിട്ടാണ്ടല്ല, നമ്മൾ വിജയിക്കാണ്ടോ അല്ല കിട്ടാണ്ടോ അല്ല, പക്ഷെ നമുക്ക് കുറെ കാരണങ്ങളുണ്ട്. നമ്മൾ അതിനെ ബഹുമാനിക്കുന്നില്ല. എപ്പോഴും സമ്പത്ത് ഇപ്പൊ നമുക്ക് തരികയാണെങ്കിൽ, എനിക്ക് ചോറ് തരുമ്പോൾ, ഭക്ഷണം ഞാൻ കഴിക്കുമ്പോൾ, എനിക്ക് സമാധാനത്തിൽ കഴിക്കുമ്പോഴാണല്ലോ എനിക്ക് എൻ്റെ ശരീരത്തെ പിടിക്കുക. അപ്പൊ അതേപോലെ നമ്മൾ സമ്പാദിക്കുമ്പോൾ എനിക്ക് തരുമ്പോൾ ഞാനത് സന്തോഷത്തോടെ ചെലവഴിക്കണം. ഓരോ രൂപ ചെലവഴിക്കുമ്പോഴും ആലോചിച്ച് പിശുക്കി, അയ്യോ ഇനി ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേത് വേണ്ട, നാളത്തേക്ക് വേണ്ടെന്നോട്ട് പിശുക്കി ചെലവാക്കി കഴിയുമ്പോൾ അവിടെ എന്താവും? ഈ പറയണ പോലെ മഹാലക്ഷ്മി നമ്മളിൽ നിന്ന് ഇല്ലാണ്ടാവും. പിന്നെ ഇത് രണ്ടാണ്. അപ്പൊ നമ്മളിൽ നിന്ന് പോയി, നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്, നമ്മൾ ഇതിന് വില കൽപ്പിക്കുന്നില്ല. പിന്നെ മൂന്നാമതെന്ന് പറയണത് ഈ പറയണ പോലെ
നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടാൻ അവരതിനെ ബഹുമാനിക്കില്ലെങ്കിൽ അവർക്കും കിട്ടില്ല. സമ്പത്ത് എപ്പോഴും മൂന്നായിട്ട് ചെയ്യുന്നത്. എനിക്കാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് മതിയാവുന്നവർ ആസ്വദിച്ച് നമുക്ക് മനതൃപ്തി അടങ്ങുന്നവരെ ഞാനിത് ഉപയോഗിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കണം, ദാനമായിട്ടോ അവരുടെ ഉപയോഗത്തിനോ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു പങ്ക് ഞാൻ എൻ്റെ ആവശ്യത്തിന് നാളത്തേക്ക് എടുത്തു വെക്കണം. അപ്പോഴാണ് ഈ സമ്പാദ്യം നിൽക്കുക. ആലോചിച്ച് നോക്കുക. കുറേ പേരുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ മരുമോളായിട്ട് വന്നിട്ട് നല്ല രീതിക്ക് വന്ന കുട്ടികളെയും അവര് ഓരോ രീതിക്ക് പറഞ്ഞ് അത്രയും അട്ടർ ലെവലിൽ ദ്രോഹിക്കുന്നവരുടെ സ്ഥിതി എന്താവുന്നത്? ആ കുട്ടിയുടെ അവര് ഈ പറഞ്ഞ പോലെ ടോട്ടലായിട്ട് സമ്പാദ്യം നിന്ന് പോവുകയും ചെയ്യും. പക്ഷെ ഈ ദ്രോഹിച്ചവരുടെ കാര്യം അറിയാവുന്നതാണ്. എന്താ ചെയ്യുന്നത്? അവരുടെ മൊത്തമായിട്ട് സമ്പാദ്യം നിൽക്കും. എന്തുകൊണ്ട് വെച്ചാൽ നമ്മളൊരാളെ ഇത് ചെയ്യുന്നത് ഒരു മഹാലക്ഷ്മീനെയാണ്. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ഇതാണ് വിധി എന്ന് പറഞ്ഞിട്ട് ചെയ്യും. ഈ പറയുന്ന വ്യക്തികൾ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കുന്നില്ല. മരുമോളായിക്കോട്ടെ, ജോലി സ്ഥിരമായിട്ടുള്ളവർ, ഇപ്പൊ ഗവൺമെന്റ് ജോലിക്കാരുണ്ടാവും, അവരെന്തും പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ ഭയന്ന് ജീവിക്കുന്നത് കൊണ്ട് അവർക്കും ഈ സമ്പത്ത് എന്താവും? അവർക്കത് ഉപയോഗിക്കാനുള്ളത് കിട്ടില്ല. അല്ലെങ്കിൽ ഈ മൊത്തമായിട്ട് വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്കൊരു 25,000 രൂപ സമ്പാദ്യം ഉണ്ടെന്ന് വയ്ക്കാം. ഇവരിത് കൊടുക്കാണ്. ഭർത്താവിനൊരു 25,000 ഉണ്ട്, 50,000 ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ ഒരു മാസം കൊണ്ട് രണ്ടാളുടെയും 1,00,000 രൂപയായില്ലേ? എന്തുകൊണ്ടാണ് അവിടെ ചെലവ് വരുന്ന വരുമാനം കാണാത്തത്? അതിനേക്കാട്ടിലും വന്ന ഉടനെ ഇതിനപ്പുറത്തേക്ക് കൂടുതൽ ചെലവ് വരും. അതായത് നീ ഇതുകൊണ്ട് സുഖിച്ച് ജീവിക്കണ്ട. ബിക്കോസ് ഞാൻ ആർക്കാണോ പോകുന്നത്, മഹാലക്ഷ്മി വിചാരിക്കും ഞാൻ ആർക്കാണോ പോകുന്നത് അവരെന്നോട്ട് വില കൽപ്പിക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടാണ്, നമ്മളെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ഒരു 4 പേരുടെ ഇടയിൽ നമ്മൾ പോണു. ഈ ഒരാൾക്ക് അവിടെ കിട്ടുന്ന ഒരു പരിഗണനയില്ല. എപ്പം നോക്കിയാലും കളിയാക്കി കൊണ്ടുവരിക. നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പിൽ പോവോ? ഇല്ല.